മൈ യൂട്യൂബ് ചാനൽ 555 എൻജൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അതുപോലെ 10 ദിവസത്തെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ഡിസ്കൗണ്ട് ആണ്, ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് 2024. അപ്പോൾ തുടങ്ങിയിട്ട് 6-7 ദിവസമായി, ഒരാഴ്ച കഴിയുന്നു. സോ ഇതുവരെയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാർക്ക്, ഓൾറെഡി നമ്മുടെ ചാനൽ കാണുന്നവർ ചിലപ്പോൾ അറിയാത്തവരുണ്ടാകാം. സോ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് രാത്രി കാലങ്ങളിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നന്നായിട്ട് വിചാരിക്കൂ, എന്നിട്ട് ഈ വീഡിയോ കാണണം. ഓക്കെ, നല്ലൊരു മനസ്സോടുകൂടി കാണണം. അതായത് നിങ്ങളുടെ മനസ്സ് കൊള്ളില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം എന്തെങ്കിലും വാശി, ദേഷ്യം, വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു കൂളായിട്ടുള്ളൊരു മനസ്സോടുകൂടി ഇത് കാണാനായിട്ട് ശ്രമിക്കണം. എന്നാൽ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു നല്ല നല്ല എനർജീസ് അട്രാക്റ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് രാത്രി കാലങ്ങളിൽ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പുതിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് ലിയോ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഒരു ന്യൂ മൂൺ ഇൻ ലിയോ ആണ്, ഷൈൻ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് തിളങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഉദിച്ചു നിൽക്കുക. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് ഉദിച്ചു നിൽക്കില്ലേ, അങ്ങനെ ഒരു, അതിപ്പോൾ ചന്ദ്രനായാലും നല്ല ഉദിച്ച് പൂർണ്ണ ചന്ദ്രനായിട്ട് നിൽക്കില്ലേ, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ പുതിയൊരു മനുഷ്യനായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോടാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയോടാണെങ്കിലും, മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, എക്സെട്ര എക്സെട്ര എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ മദർ ഇൻ ലോ ആണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, മദർ ഇൻ ലോ അമ്മായിയമ്മ ആണെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നവും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കുറയുകയും നിങ്ങൾക്കിടയിൽ അകൽച്ച ഒരുപാട് വരികയും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കിടയിൽ ഒരുപാട് ഇഷ്ടക്കേടുകൾ, അല്ലെങ്കിൽ കല്ല് കടിക്കുക എന്ന് പറയില്ലേ, ആ ഒരു കല്ലുകടിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോയിരുന്നത്. ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ യെസ്, ജീവിക്കുന്നുണ്ട്. ഇപ്പം ലവേഴ്സ് ആണെങ്കിലും പ്രണയം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് ആണ്. നിങ്ങൾക്കിടയിൽ പണ്ട് എന്തൊക്കെയാണോ നടന്നത്, ആരൊക്കെയാണോ വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുളം തോണ്ടിയത്, പ്രശ്നം ഉണ്ടാക്കിയത്, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ മാസ്ക് അണിഞ്ഞു നിന്നത്, ഓക്കെ, മുഖം മൂടി വെച്ചിട്ടൊക്കെ നുണകളൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. സോ അതിൽ നിന്നുമൊക്കെ റിലീസ് ചെയ്യാം, അതിനോടൊക്കെ വിട പറയാം, അത്തരം ആൾക്കാരെ മാറ്റി നിർത്താം, പഴയ കാര്യങ്ങളൊക്കെ മറക്കാം, മനസ്സിൽ നിന്നും കളയാം. ക്ലിയർ യുവർ മൈൻഡ് ആണ്. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ജെമിനി ആണ്. അപ്പോൾ ക്ലിയർ യുവർ മൈൻഡ് ആണ്. അതായത് ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേ ബി ഈ പേഴ്സൺ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം. ഇനി അതൊന്നും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ വ്യക്തിയുടെ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാലചക്രം പ്രകാരം ചിലപ്പോൾ ഈ വ്യക്തിക്ക് നല്ല സമയം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. സോ അതിൻ്റെയൊക്കെ ഒരു, നമ്മൾ പറയില്ലേ, വിനാശകാല വിപരീത ബുദ്ധി എന്ന്, ചീത്ത സമയത്ത് ചീത്ത ചിന്തകൾ. അപ്പോൾ ഈ നല്ല സമയമായപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് നല്ല നല്ല ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളോടുള്ള അട്രാക്ഷനാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ ഓർത്തിനി
നിങ്ങളുടെ പുതിയ പുതിയ നിമിഷങ്ങൾ ഇത്രയും കാലം ഓക്കെ വേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയി, സമ്മതിച്ച്, അത് പോട്ടെ. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു വലിയൊരു വ്യത്യാസം, സന്തോഷം, അതുപോലെ ഈ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് അറിവുകൾ നേടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചോ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചോ മറ്റുള്ള ഫ്രണ്ട്സിനോട് ഈ വ്യക്തി ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അതായത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ടാകാം. സോ മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിക്ക് എന്തോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവുകൾ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിലൂടെ ഈ വ്യക്തിക്ക് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത്രയും കാലം ചിലപ്പോൾ ഒരു പക്ഷേ അമ്മക്കുട്ടനായിരിക്കാം. അതായത് അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പാരൻസ് പറയുന്നത് മാത്രം, അല്ലെങ്കിൽ സഹോദരിയോ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് മാത്രം. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ ഒരാൾ പറയുന്നത് മാത്രം കേട്ട് ഒരു കളിപ്പാവയെ പോലെ നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് സംസാരിക്കാനോ തീരുമാനം എടുക്കാനോ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടി മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, മനസ്സിന് കുറച്ചും കൂടി പക്വത വന്നിട്ടുണ്ട്, അറിവ് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി, അതായത് ഈ വ്യക്തിയുടെ വയസ്സ് എത്രയാണോ ആ വയസ്സിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് ധൈര്യവും അതുപോലെ കുറച്ച് വിശ്വാസവും അറിവും മര്യാദയും ഒക്കെ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. സോ ഈ വ്യക്തിയുടെ തെറ്റുകൾ എന്തായിരുന്നു, ഈ വ്യക്തി എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, ഈ വ്യക്തിയുടെ ഭാഗത്ത് എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ക് കൂട്ടലാണ്. അതായത് ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു കണക്ക് കൂട്ടലുകളാണ്. എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാം, എന്തൊക്കെ മെച്ചപ്പെടുത്താം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, ഓക്കെ, എത്രത്തോളം പെർഫെക്റ്റ് ആകാം, ഇതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ ഒരു ലവ് മെസ്സേജസ് പറയുകയാണെങ്കിൽ, യെസ്, സമയം, ഐ ആം അഫ്രേഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അപ്പോൾ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണ്, ഇതിങ്ങനെ നീണ്ടു പോകാണ്, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ല. അപ്പം എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എടുക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വേറെ ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ മാറി താമസിക്കുന്നതും ആകാം, ഒരു പ്രൈവസി കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് വേണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് തമാശകൾ പറയുന്ന ആൾക്കാരായിരിക്കാം, അതൊക്കെ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. ദെൻ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഐ ഡിഡിൻ ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. അതായത് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തെറ്റായ രീതിയിലൊക്കെ പെരുമാറിയപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ മറ്റാരെങ്കിലും ഗുണദോഷിച്ചിട്ടുണ്ടാകാം. അതായത് എന്താ പറയാ, ഈ വ്യക്തിയെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാകാം, ഉപദേശിച്ചിട്ടുണ്ടാകാം, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പാടില്ല എന്നുള്ളത്. പക്ഷെ ഈ വ്യക്തി അതൊന്നും കേൾക്കാതെ ഈ വ്യക്തി എന്തോ മറ്റാരൊക്കെയോ പറയുന്നത് കേട്ടനുസരിച്ച് പ്രവർത്തിച്ച് ഇപ്പൊ ഈ പരുവായി. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു നന്നാവാനായിട്ട്, പക്ഷെ അതിലൊന്നും ഈ വ്യക്തി നന്നായില്ല. സോ ഇനിയെങ്കിലും കാര്യങ്ങൾ ഒരു പെർഫെക്റ്റ് നിലയിലേക്ക് കൊണ്ടുവരണം, പെർഫെക്റ്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അതുപോലെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്, ഈ ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.